ഒരു സിറ്റിസൺ എന്ന നിലയിൽ, ഒരു രാജ്യത്തെ വ്യക്തി എന്ന നിലയിൽ എൻ്റെ അന്തസ്സ് നിലനിൽക്കണമെങ്കിൽ എൻ്റെ രാജ്യം മഹത്തായ രാജ്യമാണ്, എൻ്റെ രാജ്യത്തിൻ്റെ സ്തംഭങ്ങൾ മഹത്തായതാണ് എന്ന് എനിക്ക് തോന്നണം. വിഭജനത്തിന് എതിരെ അവിടുത്തെ ജനങ്ങളെ മുഴുവൻ രോമാഞ്ചം കൊള്ളിച്ച ഒരു ഗാനമാണ് ഈ വന്ദേ മാതരം. ജനങ്ങൾ ഹൃദയത്തിൽ ഉൾക്കൊണ്ട് ആറാടിയിരുന്ന ആ വന്ദേ മാതരത്തിനെ എതിർക്കുന്നത് എന്തിനെന്ന് ചോദ്യം ഉയരുകയാണ്. സ്വയം ഊർജം കൊള്ളാൻ പ്രചോദകമായ ഒരു ഗീതമായി ആ ഗീതം എന്തിനാണ് നമ്മൾ കളയുന്നത്? ഹരിശ്രീ ഗണപതായ്ക്ക് പകരം ക്രിസ്തുവോ അല്ലെങ്കിൽ നബിയോ ഒക്കെ തന്നെ അവർ എഴുതി കളയും. അപ്പം ഈ മാറ്റം കൊണ്ടുവന്ന ആരാണ്? വർഗീയതയുടെ വിഷം അതിനകത്ത് കയറ്റിയത് ആരാണ്? നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം പാർലമെന്റിന് ഏറ്റവും മുന്തിയ പരിഗണനയാണ് നൽകുന്നത്. കാരണം നമ്മുടെ രാജ്യം എങ്ങനെ മുന്നോട്ട് പോകണം, നമ്മുടെ നിയമ നിർമ്മാണങ്ങളൊക്കെ തന്നെ നടക്കുന്ന സഭയാണ് പാർലമെന്റ്. പാർലമെന്റിന്റെ ഇരു സഭകൾക്കും അതുകൊണ്ട് തന്നെ വലിയ പ്രാധാന്യമാണുള്ളത്. ഈ മൺസൂൺ സെഷൻ തിങ്കളാഴ്ച ആരംഭിക്കാൻ പോവുകയാണ്. മൺസൂൺ സെഷനിൽ 5 ബില്ലുകൾ, സുപ്രധാനമായ 5 ബില്ലുകൾ അവതരിപ്പിക്കും എന്നാണ് അറിയുന്നത്. FCRA ഉൾപ്പെടെയുള്ളവയാണത്. അതിൽ ഒരു ബില്ല് വളരെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒന്ന് തന്നെയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്നത് തടയുന്നതിനുള്ള ഒരു ആക്ട്, അമെൻമെൻ്റാണത്. 1971 അവതരിപ്പിച്ച ഒരു ബില്ലിന് ചെറിയൊരു ഭേദഗതി വരുത്തുക എന്നുള്ളതാണ് ഈ ബില്ല് അവതരണത്തിലൂടെ ലക്ഷ്യമിടുന്നത്. എന്തുകൊണ്ടായിരിക്കാം നമ്മൾ ഇപ്പോൾ ഇത്തരത്തിലൊരു ബില്ലിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കുന്നത്? അതായത് ദേശീയ ഗാനം, അതുപോലെ നമ്മുടെ വന്ദേ മാതരം ഉൾപ്പെടെയുള്ളവ ആലപിക്കുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തുക, അപമാനിക്കുക ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ തടയുന്നതിന് വ്യവസ്ഥ ചെയ്യുന്ന വകുപ്പുകൾ ഉൾപ്പെടുത്തിയാണ് ഈ അമെൻമെൻറ്റ് വരുന്നത്. ഇതിൻ്റെ പ്രാധാന്യം, സാഹചര്യം വിലയിരുത്തുകയാണെന്ന് ടോക്കിംഗ് പോയിന്റ്. നമ്മോടൊപ്പം ചേരുന്ന രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് വേണുഗോപാലൻ. നമസ്കാരം സാർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനം, അഖണ്ഡത ഇവയൊക്കെ തന്നെ എന്നും കാത്തു സൂക്ഷിക്കേണ്ടതാണ്. അത് ഭരണഘടനയുടെയൊക്കെ അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ ബാധ്യതയാണ്, നമ്മുടെ ഓരോ പൗരൻ്റെയും ഉത്തരവാദിത്വവുമാണ്. അത് പക്ഷേ ഒരു നിയമത്തിലൂടെ അവതരിപ്പിക്കേണ്ടി വരികയാണ്. അതുപോലെ തന്നെ നിയമം കാലാകാലങ്ങളിൽ അത് പരിഷ്കരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു, ഭേദഗതികൾ വരുത്തി മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ഇപ്പോഴിതാ ഈ പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഓണർ ആക്ട്, അത് ഒരു അമെൻമെൻ്റാണ്. 1971 നിയമത്തിനുള്ള ഒരു ഭേദഗതിയാണ്. പക്ഷെ ഇപ്പോഴിത് അവതരിപ്പിക്കാനുള്ള ഒരു സാധ്യത, അതിനെ എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത്? ദേശീയ ബോധം ഉണർത്തുക എന്നുള്ളത് ഒരു രാഷ്ട്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കൊരു കുടുംബബോധം വേണം. എൻ്റെ അച്ഛൻ, അമ്മ, പിതാമഹന്മാർ, അതെ, അങ്ങനെ ഒരു ബോധം ഉണ്ടെങ്കിൽ ഞാൻ വ്യക്തി എന്നുള്ള നിലയിൽ എനിക്കുള്ള അന്തസ്സ് നിലനിൽക്കുള്ളൂ. അതെ. അതേസമയം ഒരു സിറ്റിസൺ എന്ന നിലയിൽ, ഒരു രാജ്യത്തെ വ്യക്തി എന്ന നിലയിൽ എൻ്റെ അന്തസ്സ് നിലനിൽക്കണമെങ്കിൽ എൻ്റെ രാജ്യം മഹത്തായ രാജ്യമാണ്, എൻ്റെ രാജ്യത്തിൻ്റെ സ്തംഭങ്ങൾ മഹത്തായതാണ് എന്ന് എനിക്ക് തോന്നണം. അങ്ങനെ തോന്നാത്തടത്ത് നമ്മൾ രാജ്യത്തിനെ ഇൻസൾട്ട് ചെയ്യും, നമ്മൾ സ്വയം കൊച്ചാവുകയും ചെയ്യും. നമ്മുടെ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ദേശീയ ഇൻറ്റഗ്രിറ്റിയുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ ചിലർ പറയാറുണ്ട്, എനിക്ക് വിദേശത്ത് പോകുമ്പോൾ വലിയ അഭിമാനം തോന്നുന്നു, കാരണം നരേന്ദ്രമോദി എന്ന് പറയുമ്പോൾ അവർ വലിയ കാര്യത്തിൽ കാണുന്നു. നമ്മുടെ പാസ്പോർട്ടിന് ഇപ്പോൾ ഒരു വില വന്നിരിക്കുന്നു, നമ്മുടെ രാജ്യത്തിൻ്റെ സൈന്യം, നമ്മുടെ രാജ്യത്തിൻ്റെ വിദേശ നയം, ഇതിലൊക്കെ പലരും വളരെ ശക്തമായി ഇന്ത്യ ഇടപെടുന്നു, ഇന്ത്യ ഒരു വലിയ ഗ്ലോബൽ ഫോഴ്സായി മാറുന്നതായിട്ട് പലരും വ്യാഖ്യാനിക്കുന്നു. അതുകൊണ്ട് വിദേശത്ത് ചെല്ലുമ്പോൾ എനിക്കൊരു പുളകം വരുന്നു എന്നൊക്കെ പലരും പറയാറില്ലേ? എങ്ങനെയായി പുളകം വരുന്നത്? പുളകം വരുന്നത് 2014 മുതൽ നരേന്ദ്രമോദി വളരെ കഷ്ടപ്പെട്ട് വിദേശ രാജ്യങ്ങളിൽ സഞ്ചരിച്ചും മറ്റും ഇന്ത്യയുടെ യശസ് ഉയർത്തി ഉണ്ടാക്കിയതാണ്. ആ യശസ് ഉയർത്തി ഉണ്ടാക്കിയത് നമ്മളായിട്ട് ഇവിടെ തുലയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ചെറിയ സംഗ്രഹം. അതായത് വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഇന്ത്യ വിവിധ നാട്ടുരാജ്യങ്ങൾ കൂട്ടിച്ചേർത്ത്, ഏതാണ്ട് 600 ചില്ലാനം നാട്ടുരാജ്യങ്ങൾ കൂട്ടിച്ചേർത്ത് പട്ടേൽ എന്ന മഹാനായ ഒരു വ്യക്തിയുടെ കഴിവ് കൊണ്ട് ഉണ്ടാക്കിയെടുത്തൊരു സാധനമാണ്. ഇത് കൂട്ടിച്ചേർക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. അത് കൂട്ടിച്ചേർത്തത് കൂടി ഒന്നായോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും ഒന്നായിട്ടില്ല എന്നുള്ളത് കാണുന്ന വിധത്തിലാണ് നമ്മുടെ പല സംസ്ഥാനങ്ങളും പല രാജ്യത്തിൻ്റെ ഭാഗങ്ങളിലുള്ള വിവിധ ജനവിഭാഗങ്ങളുടെയും പ്രവർത്തനം കാണിക്കുന്നത്. ഇത് എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് വിദേശ ശക്തികളും തയ്യാറായി നിൽപ്പുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മുടെ ദേശീയ പതാക, ദേശീയ ഗാനം, അതുപോലെ തന്നെ നമ്മുടെ ഭരണഘടന,
അതുപോലെ ദേശീയ സ്തംഭം, ഇതിനെയൊന്നും അപമാനിക്കാൻ പാടില്ല എന്നുള്ളത് പണ്ട് മുതലേ ഉള്ളൊരു നിയമമാണ്. ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്നതിനെ തടഞ്ഞുകൊണ്ട് 1971 നിയമമുണ്ട്. അതെ. അതിൽ 3 വർഷം വരെ തടവ് കിട്ടുന്ന നിയമമൊക്കെ ഉണ്ടെങ്കിൽ ഇത് പലരും വാൺ ചെയ്തൊക്കെ വിടുകയാണ് ചെയ്യുന്നത്. വലിയ സ്ട്രിക്റ്റ് ആയിട്ട് അത് പലപ്പോഴും എടുക്കാറില്ല. അപ്പോൾ അങ്ങനെയല്ല, ദേശീയ ബോധം വളരെ ശക്തമായി നമ്മുടെ ഉള്ളിൽ നിൽക്കണമെന്ന് ഇന്ത്യ ഗവൺമെൻറ് ഈ അടുത്ത കാലങ്ങളിലായിട്ട് നിർദ്ദേശിക്കുന്നുണ്ട്. അതിന് വിരുദ്ധമായി വരുന്നതിനെയൊക്കെ അവർ ചൂണ്ടിക്കാണിക്കാറുമുണ്ട്. ഓക്കെ, ഇതിപ്പോൾ നമ്മളിപ്പോൾ നമുക്കറിയാം നമ്മുടെ എന്തുകൊണ്ട് ഇത്തരത്തിലൊരു കാര്യത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തുന്നു കേന്ദ്രം എന്നുള്ളത് ചോദിച്ചാൽ, കഴിഞ്ഞ അല്ലെങ്കിൽ അടുത്ത കാലത്തായി നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമായിട്ടുള്ള ഒട്ടേറെ വസ്തുതകൾ അല്ലെങ്കിൽ ഒട്ടേറെ ഫാക്ട്സ്, ഒട്ടേറെ കാര്യങ്ങൾക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടാകുന്നതായി, രാജ്യത്തിനകത്ത് നിന്ന് തന്നെ ഒരു ആക്രമണം ഉണ്ടാകുന്നതായി ഒരു ഫീലിംഗ് ഉണ്ടായിട്ടുണ്ട്. അതിനെ അധിക്ഷേപിക്കുന്ന തരത്തിൽ സംസാരിക്കുന്നു, പെരുമാറുന്നു. അത് വന്ദേമാതരത്തിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ടായിരിക്കണം ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് അവർ കടന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അത് മാത്രമല്ല, ഈ അടുത്ത കാലങ്ങളിലായിട്ട് ഇത്തരം ദേശീയ സ്തംഭങ്ങളെയും ദേശീയ അഭിമാനത്തെയും മലീമസപ്പെടുത്താനായിട്ടുള്ള പല പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അത് ദേശീയ പതാക കൊണ്ട് പിന്നെ കടയുടെ മുൻഭാഗം തുടയ്ക്കുക. അത് യു.പിയിൽ ഒരു മുഹമ്മദ് താഹി എന്ന് പറഞ്ഞ ഒരാൾ ചെയ്തു. ദേശീയ പതാക എടുത്ത് കടയുടെ മുൻവശം തുടച്ചു. വേറെ ദോഡ എന്ന് പറഞ്ഞ സ്ഥലത്തൊരു ജമ്മു കാശ്മീരിൽ അയാള് അയാളുടെ വീടിന്റെ ജനല് ദേശീയ പതാക വെച്ച് തുടയ്ക്കുന്നു. പിന്നെ നമ്മുടെ സജി ചെറിയാൻ ഇവിടെ ഭരണഘടനയെ കുന്തവും കുടച്ചക്രവും, അദ്ദേഹം ആ ഭരണഘടന നോക്കിയാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. നമ്മളൊരു ദൈവത്തിന്റെ മുമ്പിൽ അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും വിലമതിക്കുന്ന ആളുടെ മുമ്പിൽ സത്യപ്രതിജ്ഞ ചെയ്ത് ഇങ്ങോട്ട് മാറിയിട്ട് പോകാൻ പറയാന്ന് പറഞ്ഞാൽ അച്ഛനെ അല്ലെങ്കിൽ അമ്മയെ തൊട്ട് സത്യം ചെയ്യാണ്. അവരെ പോകാൻ പറയാന്ന് പറഞ്ഞാൽ പിന്നെ എന്താ വില? അത് കുന്തവും കുടച്ചക്രമാണെന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള അവജ്ഞ വരുന്ന എന്നിട്ട് അതിന് വല്ല നടപടി ഉണ്ടായോ? ഇല്ല. ഹൈക്കോടതി വരെ പോയിട്ടും അതിന് യാതൊരു നടപടി ഉണ്ടായില്ല. അത് വാൺ ചെയ്ത് ഇനി മേലെ ആവർത്തിക്കരുതെന്നുള്ള രീതിയിലാക്കി അങ്ങ് വിട്ടു. അത് കഴിഞ്ഞിട്ട് സംഗതി പിന്നെ അദ്ദേഹം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്ത് കയറി കസേരയിൽ ഇരിക്കുകയും ചെയ്തു. കേരളത്തിൽ തന്നെയുള്ള ഒരു ഇൻസിഡന്റ് ഞാൻ പറയുന്നത്, മനസ്സിലായില്ലേ? അങ്ങനെ പാടുണ്ടോ? നമ്മുടെ മാതൃകയാവണ്ടല്ലേ? അതും സാംസ്കാരിക മന്ത്രിയാണെന്നാണ് പ്രത്യേകത. കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും സാംസ്കാരിക ശക്തിയെയും സ്രോതസ്സിനെയും ഉയർത്തി നമ്മളെ ദേശത്തിന്റെ സംസ്കാരവുമായി ബന്ധിപ്പിക്കേണ്ട ഒരാള് ഇന്ത്യൻ ഭരണഘടന അദ്ദേഹം സത്യപ്രതിജ്ഞ തന്നെ കുന്തവും കുടച്ചക്രമാണെന്ന് പറഞ്ഞാൽ അതിനകത്ത് മുഴുവൻ അങ്ങനെയാണെന്ന് പറഞ്ഞാൽ പിന്നെ പോയില്ലേ? ഇത് കോടതി ചെന്നിട്ടും വലിയ, കാരണം ഇതിനകത്ത് അത്ര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ലോസ് ഒന്നും ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ഇത് കേന്ദ്ര ഗവൺമെന്റ് ഇത് സീരിയസ് ആയിട്ടാണ്. ഇത് മാത്രമല്ല, നമ്മുടെ വിജയ് സത്യപ്രതിജ്ഞ ചെയ്തപ്പോഴേ വലിയ വിവാദം ഉണ്ടായി. അവിടുത്തെ തമിഴ് ഹെറിറ്റേജിന്റെ ബാധിക്കുന്ന ഒരു സോങ് ഉണ്ട്. അതിനെ ഇൻസൾട്ട് ചെയ്തുകൊണ്ട് ദേശീയ ഗാനം, എങ്ങനെ ദേശീയം കഴിഞ്ഞിട്ടല്ലേ പിന്നെ തമിഴ്നാടിന് വരുള്ളൂ. അപ്പൊ അത് പറഞ്ഞുകൊണ്ട് വിജയ് പിന്നെ അതിനെ ഉരുളുക, പിന്നെ DMK ഇടപെടുന്നു, CPI ഇടപെടുന്നു, CPM ഇടപെടുന്നു, എല്ലാവരും ഇടപെട്ടത് മഹാമോശമാണ്, നമ്മുടെ ഏറ്റവും വലുത് നമ്മുടെ തമിഴ് ഐഡന്റിറ്റിയാണ്, തമിഴ് ഹെറിറ്റേജ് ആണ്, അത് കഴിഞ്ഞിട്ടല്ലേ ദേശീയത, വന്ദേ മാതരം അവിടെ പാടിയതിന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് ഇവിടെ സത്യപ്രതിജ്ഞ VD സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ വന്ദേ മാതരം ചൊല്ലിയതിനെ കുറിച്ച് വലിയ ഇത് വന്നു. അത് പെട്ടെന്ന് അങ്ങനെ അറിയാതെ വന്നു പോയതാണെന്ന് വരെ നമ്മുടെ CM പറയേണ്ട സാഹചര്യം. അല്ല, ഈ വന്ദേമാതരം നമ്മുടെ ദേശീയ ഗാനം അല്ലെങ്കിൽ നാഷണൽ ആന്തം, നാഷണൽ സോങ്, ഇതൊക്കെ ഒരു കണ്ടീഷണലായി അവതരിപ്പിക്കേണ്ടതല്ലോ, അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരോട് വിശദീകരണം കൊടുക്കേണ്ടതല്ല. ഒരു ഉത്തരവാദിത്തപ്പെട്ട ചടങ്ങിൽ അത് ആലപിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഏതെങ്കിലും വിധത്തിൽ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് പോറലേൽപ്പിക്കുന്ന ഒന്നാണ് എന്ന് വരുത്തി തീർക്കാൻ പലരും ഇപ്പോൾ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം. അല്ലെങ്കിൽ അത് നമ്മൾ അതിൽ നിന്ന് എടുത്ത് മാറ്റാനുള്ള നടപടി ചെയ്യണം. ജനങ്ങൾ പറഞ്ഞ് ഇലക്ഷൻ ജയിച്ച് ഈ ഭരണഘടന ഉൾപ്പെടെ നമുക്ക് ഭേദഗതി ചെയ്യാമല്ലോ. ആ ഭേദഗതി പോലെ ഇത് അവിടെ പാർലമെന്റിൽ ഭൂരിപക്ഷം കൊണ്ടുവന്ന് ഭേദഗതി ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് അവർ പറഞ്ഞാൽ കുഴപ്പമില്ല. ഇത് നിയമം അങ്ങനെ നിൽക്കുകയും പാർലമെന്റ് തന്നെ ഇങ്ങനെ ഒരു കാര്യം പാസ്സാക്കുകയും ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? ഇത് വലിയ ഒരു ഇൻസൾട്ട് ആയിട്ടാണ് കാണുന്നത്. അതുപോലെ ഇവിടെ രണ്ടാമത് അസംബ്ലി കൂടിയപ്പോൾ, നമ്മുടെ ഈ കഴിഞ്ഞ അസംബ്ലി 2026 അസംബ്ലി കൂടിയ ആ ഓപ്പൺ സെഷനിൽ നമ്മുടെ പിന്നെ രാജേന്ദ്ര അർലേക്കർ ഗവർണർ, ബഹുമാനപ്പെട്ട ഗവർണർ വന്നപ്പോൾ ഇതുപോലെ തന്നെ പോലീസുകാർ ഈ ബാൻഡ് വന്ദേമാതരം അതിൻ്റെ 2 സ്റ്റാൻസ് ആയപ്പോൾ നിർത്തി. അത് കഴിഞ്ഞ് പിന്നെ ബാക്കി ചൊല്ലിയില്ല. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻസൾട്ടായിട്ട് തോന്നി. അദ്ദേഹം അത് വലിയ സീരിയസ് ആയിട്ട് എടുത്തു. ഗവൺമെൻറ് അതിനെ മൈൻഡ് ചെയ്തില്ല. പക്ഷേ നമ്മുടെ വിദേശകാര്യ വകുപ്പ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻസൾട്ട് കാര്യമായിട്ട് ഇതിനെ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
ഓക്കെ. ഇത് മാത്രമല്ല, കോൺഗ്രസിന്റെ ഒരു MP പാർലമെന്റിൽ അത് വലിയ ഒരു വിവാദമായതാണ്. കോൺഗ്രസ് MP ഇമ്രാൻ മസൂദ്, ഉം. അദ്ദേഹം അതുപോലെ തന്നെ നാഷണൽ കോൺഫറൻസിന്റെ ഒരു MP അഹ സയ്യദ് മേദി, ഉം. ഇവർ രണ്ടുപേരും പറഞ്ഞു എൻ്റെ മതവുമായി ബന്ധപ്പെട്ട ഒരു ആചാരത്തിന്റെ ഭാഗമായിട്ട് ഞാൻ വേറെ ആരുടെയും ദൈവങ്ങളുടെയോ അല്ലാത്തതിൻ്റെ ഒന്നും പേരുച്ചരിക്കുകയില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഈ വന്ദേ മാതരം ഞാൻ ചൊല്ലില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരുപാട് വന്ദേ മാതരത്തിനെതിരെ ഇൻസൾട്ടുകൾ ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ആയിരിക്കാം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇപ്പോൾ വന്ദേ മാതരവും കൂടി ഇത്തരത്തിൽ പിന്നെ നാഷണൽ ഓണറിൻ്റെ ഭാഗമായിട്ട് വരുന്നതും അതിനെ ഇൻസൾട്ട് ചെയ്താൽ ശിക്ഷ കിട്ടുന്നതും പണി കിട്ടുന്നതുമായിട്ട് മാറ്റാനായിട്ട് ആലോചിക്കുന്നു. അല്ല, ഞാൻ എൻ്റെ കൊച്ചുകുട്ടികളൊക്കെ സംശയം പ്രകടിപ്പിക്കും. ഇപ്പോൾ ഇതിപ്പോൾ എല്ലാത്തിനും ഒരു പൊളിറ്റിക്സ് ആണല്ലോ കാണുന്നത്. അതെ, പൊളിറ്റിക്സ് കാണുന്നു. അപ്പോൾ BJP ഭരിക്കുന്ന രാജ്യം, കേന്ദ്ര സർക്കാർ BJPയുടേത്. അപ്പോൾ BJPയെ എതിർക്കുക എന്നുള്ള ഒരു ലക്ഷ്യം വെച്ച് രാജ്യത്തെ എതിർക്കുന്നു. രാജ്യത്തിന് പ്രധാനപ്പെട്ടതായിട്ടുള്ള സംഭവങ്ങളെ എല്ലാം തന്നെ എതിർക്കുന്നു. എൻ്റെ ചോദ്യം, ഈ വന്ദേ മാതരം എന്നുള്ളത് 2014 ശേഷം വന്നതാണോ? ഇത് 1882 മുതലുള്ളതാണ്. ആനന്ദമഠ് എന്ന് പറഞ്ഞ ഒരു നോവലില് ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതി ചേർത്ത ഒരു സാധനമാണ്. അന്ന് ഇത് ദേശഭക്തി ഗാനമായിട്ടൊന്നുമല്ല ഇട്ടത്. പക്ഷേ 1880കളിൽ 87 എൻ്റെ ഓർമ്മ, അന്നേരം മുതൽ അവിടെ ഈ പിന്നെ ബ്രിട്ടീഷുകാർ ബംഗാളിനെ വിഭജിക്കാനുള്ള ശ്രമങ്ങൾ പലതും നടത്തി. ഹിന്ദു മുസ്ലിം ലഹള ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ. അന്നെല്ലാം ദേശീയ ബോധത്തിന്റെ ഭാഗമായിട്ട് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒന്നും നോക്കാതെ എല്ലാവരും ഉച്ചരിച്ചിരുന്ന ഒരു സോങ്ങാണിത്. 1896 കോൺഗ്രസ് സമ്മേളനത്തിൽ രവീന്ദ്രനാഥ് ടാഗോർ ഇത് ആലപിച്ചു. ബംഗാൾ വിഭജനത്തിന് എതിരെ അവിടുത്തെ ജനങ്ങളെ മുഴുവൻ രോമാഞ്ചം കൊള്ളിച്ച ഒരു ഗാനമാണ് ഈ വന്ദേ മാതരം. 1905 പിന്നെ ബംഗാളിന്റെ ഓരോ തെരുവുകളിലും വന്ദേ മാതരം പാടി ജനങ്ങൾ അങ്ങ് ദേശഭക്തിയുടെ അങ്ങ് തീവ്രതയിലെത്തി. കാരണം അത് അത്രയ്ക്ക് ശക്തമാണ് വാക്കുകൾ, വരികൾ. അത് നമ്മൾ മലയാളത്തിൽ പറഞ്ഞാലും ഇംഗ്ലീഷിൽ പറഞ്ഞാലും അതിൻ്റെക്കാളും ഇരട്ടിയാണ് ബംഗാളിൽ ആ കവിത ചൊല്ലുമ്പോൾ. അങ്ങനെ തീക്ഷ്ണമായ ദേശീയ ബോധമുണ്ടാക്കിയ ഒരു ഗാനം. അത് കോൺഗ്രസ് ആണ്, കോൺഗ്രസ് പ്രവർത്തക സമിതിയാണ് അത് ആദ്യമായിട്ട് അംഗീകരിക്കുന്നത്. അതെ, ജവഹർലാൽ നെഹ്റുവും പിന്നെ മഹാത്മാഗാന്ധി എല്ലാം ഇടപെട്ടു ഇതിനകത്ത്. അത് അപ്പൊ ഇത് ബ്രിട്ടീഷുകാർ ഇതിനെ ശരിക്കും ദുരുപയോഗം ചെയ്തു. ഓക്കെ. അപ്പോ ഇതിനകത്ത് ഒരു റിലീജിയസ് സെന്റിമെന്റ് കൊണ്ടുവന്നിട്ട് ഇതിനകത്ത് ദുർഗ എന്ന് പറയുന്നത്, ഇത് ഭാരതാംബയെ സ്തുതിക്കുന്ന ഗീതമാണ്. തീർച്ചയായിട്ടും. തുമീ വിദ്യ തുമീ ധർമ്മ എന്ന് പറയുന്ന ഭാഗത്ത് അറിവിന്റെ ശക്തി, ധർമ്മം എന്നൊക്കെ പറയുന്നത് മുതൽ അതാണ് ഈ 3ാം സ്റ്റാൻസയിൽ തുടങ്ങുന്നത്. അത് മുതലാണ് പലർക്കും തർക്കം. അറിവിന്റെ ശക്തി എന്ന് പറയാൻ പാടില്ല, അറിവിന്റെ ധർമ്മം എന്ന് പറയാൻ പാടില്ല. ആ ധർമ്മത്തിനെ വർഷങ്ങളായി ഇന്ത്യയിൽ പ്രതിബിംബമാക്കിയിട്ടുള്ള ചില കാര്യങ്ങളാണ് പിന്നെ 10 കൈകളുള്ള ദുർഗാ ശക്തി എന്ന് പറയുന്നത് ശക്തിയുടെ അടയാളമായിട്ട്. മിലിറ്ററി പോലും അങ്ങനെയാണ്. നമ്മുടെ പഴയ മിലിറ്ററിയിലും ഇപ്പോഴത്തെ മിലിറ്ററിയിലും എല്ലാം അത് ചെയ്യുന്നുണ്ട്. അല്ല സാർ, ഇത് നമ്മുടെ ബ്രിട്ടീഷിന്റെ ഭരണകാലത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഈ ഗാനം മുഴക്കിക്കൊണ്ട്, ഗീതം മുഴക്കിക്കൊണ്ട് ശക്തമായ സമരങ്ങൾ നടത്തിയിട്ടുണ്ട്, റാലികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെ അവരുടെ ഊർജം വർദ്ധിപ്പിക്കുന്നതായി അവർക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇതിൽ പൊറുതിമുട്ടിക്കൊണ്ട് ആദ്യമായിട്ട് വന്ദേ മാതരത്തെ നിരോധിക്കുന്നത് ബ്രിട്ടീഷുകാരാണ്. അതെ, പൊറുതിമുട്ടി ചെയ്തതാണ്. കാരണം ഇവർ ഇത്രയും വർദ്ധിത വീര്യത്തോടു കൂടി വന്ദേ മാതരം ആലപിച്ചുകൊണ്ട് വരുന്നത് അവരെ വല്ലാതെ ആശങ്കപ്പെടുത്തി. തീർച്ചയായിട്ടും. അതിന്റെ കാരണം എന്നറിയാമോ? നിങ്ങൾ ഈ വന്ദേ മാതരം ഇട്ട് കേട്ടിട്ട്, അത് നല്ല ഒരു സ്പീക്കറിലിട്ട് കേട്ടിട്ട് കണ്ണടച്ചിരുന്നിട്ട് ഒന്ന് ഒരു മാർച്ച് ചെയ്യുന്നതായിട്ടൊന്ന് ചിന്തിച്ചു നോക്ക്. അറിയാതെ ഊർജം വന്നു. അതിന്റെ അർത്ഥം അറിയാമെങ്കിൽ അതിനേക്കാൾ കൂടുതൽ, അർത്ഥം അറിഞ്ഞുകൂടെങ്കിൽ പോലും ഏതാണ്ട് ഒരു മാർച്ച് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു ശക്തി നമുക്ക് തരുന്ന ഒരു ഗാനമാണ്. അതിന്റെ ടോൺ എങ്ങനെയാണ്, അതിന്റെ വാക്കുകൾ എങ്ങനെയാണ്, അതിന്റെ അർത്ഥം എങ്ങനെയാണ്. ആ ഒരു ശക്തിമത്തായ ഒരു ശ്ലോകത്തിനെ കളഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് ജനഗണമന വരെ നമ്മൾ തിരഞ്ഞെടുത്തത്. ഓക്കെ, ജനഗണമന മോശമാണെന്നല്ല ഞാൻ പറഞ്ഞു, അതിന് അർത്ഥവ്യാപ്തികളുണ്ട്. പക്ഷെ അതിനേക്കാൾ ഊർജ്ജസ്വലമായിട്ട് നമ്മൾ ചൊല്ലിയിരുന്ന 1982 മുതൽ അല്ലെങ്കിൽ 800കളുടെ പിന്നെ മധ്യഭാഗം മുതൽ നമ്മളെ രോമാഞ്ചം കൊള്ളിച്ചിരുന്ന സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു 100 വർഷക്കാലം നമ്മൾ ശക്തമായി ചൊല്ലിയിരുന്ന, ജനങ്ങൾ ഹൃദയത്തിൽ ഉൾക്കൊണ്ട് ആറാടിയിരുന്ന ആ വന്ദേ മാതരത്തിനെ എതിർക്കുന്നത് എന്തിനെന്ന് ചോദ്യം ഉയരുകയാണ്.
അല്ല, അതിപ്പോ ഭാരതത്തെ മാതാവായി കണക്കാക്കി പൂജിക്കുന്നു എന്നുള്ളതാണ് ഇതിനെ ആ, ഉൾക്കൊള്ളാൻ എന്താണ് മുസ്ലിം മതവിശ്വാസികൾ തയ്യാറാകാത്തത് എന്നുള്ളതാണ് ഒരു കാരണമായി പറയുന്നത്. ഉം. വന്ദേ മാതരം ഉൾപ്പെട്ടിരുന്ന ആനന്ദമഠം എന്ന പുസ്തകത്തിൽ മുസ്ലിം വിരുദ്ധ സന്ദേശങ്ങളുണ്ട് എന്നാണ് ഈ വിമർശകർ പറയുന്നത്. അങ്ങനെ നോവലിൽ പലതും കാണും, അത് നിങ്ങൾ എടുക്കുന്നതിന് അത് നോവലല്ലേ, അതിലെ ദേശഭക്തി ഗാനം ഉൾപ്പെടുന്ന ഒരു ഭാഗം മാത്രമല്ലേ നമുക്ക് നോക്കേണ്ട കാര്യമുള്ളൂ. അതെ, അതിൽ എന്താണ് പ്രത്യേകത എന്നുള്ളതല്ലേ നമ്മൾ നോക്കണ്ടേ. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇതൊരു പിന്നെ രാഷ്ട്രത്തിൻ്റെ പ്രത്യേകതയാണ്. നമ്മുടെ ഭരണഘടനാ ശില്പികൾ അംബേദ്കർ മുതൽ കെ എൻ മുൻഷി വരെയുള്ള കെ എൻ മുൻഷി പറഞ്ഞെന്നറിയാമോ, ഈ പ്രിയാമ്പിൾ എന്നൊക്കെ പറയുന്നത്, ഈ ഭരണഘടനയിലെ പ്രിയാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രത്തിന്റെ ജാതകമാണെന്ന്. ജാതകം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ രാഷ്ട്രം എന്നുണ്ടായോ അന്ന് മുതൽ രാഷ്ട്രം എന്ന് അവസാനിക്കുമോ അന്ന് വരെയുള്ള ഒരു കഥയാണ്, അല്ലെങ്കിൽ ഒരു ചരിത്രമാണ്, ഒരു വിശ്വാസമാണ് എന്നുള്ളതാണ്. ഓക്കെ. എന്റെയോ ലിയോയുടെയും ജാതകം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ജനിച്ചത് മുതൽ മരിക്കുന്നവരെയുള്ള കാര്യങ്ങൾ പറയുന്നതല്ലേ. അതുപോലെ ഈ രാഷ്ട്രത്തിന്റെ ജാതകമാണ് ഇതിന്റെ പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. ആമുഖം എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അത് പറഞ്ഞതാരാ? അതിനു വേണ്ടി തയ്യാറാക്കാനുള്ള കമ്മിറ്റിയിലെ പ്രമുഖനായ കെ മുൻഷിയാണ് പറഞ്ഞത്. അപ്പൊ ഇതുപോലുള്ളവര് പറയുന്ന വാക്കുകൾ നമ്മൾ മുഖവിലേക്ക് എടുക്കണ്ടേ? അപ്പൊ അവര് പറയുന്നത് ഈ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ മുഴുവനാണ് ഞങ്ങൾ പറയുന്നത്. അപ്പൊ അതേപോലെയാണ് ഈ ബങ്കിംചന്ദ്ര ചാറ്റർജിയുടെ ഈ നോവൽ. അദ്ദേഹം വർഗീയത ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞതൊന്നുമല്ല, ജനങ്ങളുടെ ഒരു ആവേശം ഉണർത്തുന്ന ഒരു പാട്ടെന്നുള്ള നിലയിൽ അദ്ദേഹം എഴുതിയതാണ്. ഇത് ദേശീയ ഗാനമാക്കണമെന്നോ ദേശഗീതമാക്കണമെന്നോ ഒന്നും ഉദ്ദേശിച്ച് അദ്ദേഹം ചെയ്തതുമല്ല. ജനങ്ങൾ ഇത് ഏറ്റെടുത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുമെന്ന് വിചാരിച്ചും ചെയ്തതല്ല. പക്ഷെ ചെയ്തു വന്നപ്പോൾ അത് അങ്ങനെ ആയി ഭവിച്ചു. സ്വയം ഊർജം കൊള്ളാൻ പ്രചോദകമായ ഒരു ഗീതമായി. ആ ഗീതം എന്തിനാ നമ്മൾ കളയുന്നേ? അതിനകത്ത് ഇപ്പോൾ ശക്തിയുടെ പ്രതീകമായിട്ട് 10 കൈകളുള്ള ദുർഗ, പിന്നെ നമ്മുടെ ധനത്തിന്റെ പ്രതീകമായിട്ട് ലക്ഷ്മി, അതുപോലെ തന്നെ നമ്മുടെ വിദ്യയുടെ പ്രതീകമായിട്ട്, ഐശ്വര്യത്തിന്റെ പ്രതീകമായിട്ട്, ബുദ്ധിയുടെ പ്രതീകമായിട്ട് സരസ്വതി. ഇതൊക്കെ നമ്മൾ എത്രയോ നൂറ്റാണ്ടുകൾ മുമ്പ് എഴുതുന്നത്. ഞാൻ ഹരിശ്രീ എഴുതിയപ്പോഴേ എൻ്റെ കൂടെ ക്രിസ്ത്യാനിയും മുസ്ലിമും എല്ലാം ഹരിശ്രീ എഴുതി. ഹരിശ്രീ ഗണപതായ നമഃ എന്ന് എൻ്റെ കൂടെ ഇരുന്നവരെഴുതി. അവിഘ്നമസ്തു എന്ന് പറഞ്ഞ് എഴുതി. പക്ഷെ ഇന്ന് എഴുതില്ല. ഇന്ന് അതിന് ഹരിശ്രീ ഗണപതായ്ക്ക് പകരം ക്രിസ്തുവോ അല്ലെങ്കിൽ നബിയോ ഒക്കെ തന്നെ അവർ എഴുതി കളയും. അപ്പൊ ഈ മാറ്റം കൊണ്ടുവന്ന ആരാണ്? വർഗീയതയുടെ വിഷം അതിനകത്ത് കയറ്റിയത് ആരാണ്? എൻ്റെ കൂടെ പഠിച്ച ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും അന്ന് വർഗീയത തോന്നിയില്ല, അവരുടെ മാതാപിതാക്കൾക്ക് തോന്നിയില്ല. സാറേ ഈ സാധനം എൻ്റെ പിള്ളേരെ കൊണ്ട് എഴുതിക്കരുതെന്ന് അവർ പറഞ്ഞില്ല. ഞങ്ങളെല്ലാവരും ഒന്നിച്ചാണ് ഹരിശ്രീ ഗണപതായ എന്ന എഴുതിയത്. അതില് ഒരു തെറ്റും ആരും കണ്ടില്ല. മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ അച്ഛനും അമ്മയും പോലും കണ്ടില്ല. ആ കുട്ടികളും ഞങ്ങളെല്ലാം ഒന്നിച്ചാളും. ഞങ്ങളാരും ഒരു അടുത്ത കാലത്താണ് ഈ വർഗീയത അടുത്ത കാലത്തായിട്ട് ഇഞ്ചക്ട് ചെയ്ത് ഇറക്കിയതാണ് ഈ സാധനങ്ങളെല്ലാം. അല്ല, കേരളത്തിൽ ഇതിൽ വന്നതിന് ഒരു രാഷ്ട്രീയ മാനമാണുള്ളതെന്നാണ്, രാഷ്ട്രീയ അടിസ്ഥാനമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ല, ഇതിൽ എല്ലാത്തിലും കാശ്മീരിൽ വന്നതും രാഷ്ട്രീയ അടിസ്ഥാനമാണ്, യു പിയിൽ വന്നതും രാഷ്ട്രീയ അടിസ്ഥാനമാണ്. പിന്നെ കോൺഗ്രസിന്റെ MP പറഞ്ഞതും നാഷണൽ കോൺഫറൻസിന്റെ MP പറഞ്ഞതും പാർലമെന്റിൽ പറഞ്ഞതും എല്ലാം ഇത് തന്നെയാണ്. ഒരു റിലീജിയസ് സ്പ്ലിറ്റ് അങ്ങനെ ഉണ്ടാക്കുക, അതിലൂടെ BJP ടാർഗറ്റ് ചെയ്യുക. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ രാഷ്ട്രത്തിലെ ഈ 33 കോടി ഹിന്ദു ദൈവങ്ങളുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഒരു വാക്ക് ഉച്ചരിക്കാനല്ല, സമുദ്രദേവൻ. നമുക്ക് സമുദ്രം എന്ന് പറയാൻ ഒക്കില്ല. ഒരു കവിതയിൽ സമുദ്രം ഉണ്ടെങ്കിൽ അത് നമുക്ക് ഹറാമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ദേവനല്ലേ അത് നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ? ഇവിടെ ലാറ്റിൻ ക്രിസ്ത്യൻ നമ്മുടെ രാജീവ് ചന്ദ്രശേഖരനെ എതിർക്കാൻ വേണ്ടി പറഞ്ഞതെന്നറിയാമോ? നിങ്ങൾ ഈ താമരയ്ക്ക് വോട്ട് ചെയ്യരുത്, അയാൾ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന കുഴപ്പമെന്നറിയാമോ? യവന്മാര് ഈ മത്സ്യത്തെ പിടിക്കരുതെന്ന് പറഞ്ഞാൽ, കാരണം മത്സ്യം യവന്മാരുടെ ദൈവമാണ്. മത്സ്യം, കൂർമ്മം, വരാഹം ഇതെല്ലാം നമ്മുടെ ദൈവങ്ങളാണെന്ന്. പക്ഷെ എന്ന് പറഞ്ഞ് മറ്റുള്ളത് നമുക്ക് ഉപയോഗിച്ചൂടെ? മത്സ്യം പിടിക്കരുത്, മത്സ്യത്തിന് പേര് ഉപയോഗിച്ചൂടാ, മത്സ്യം തിന്നരുത് എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? അല്ല, ഇത് സാധാരണക്കാർക്കിടയിലേക്ക് കുറേയേറെ സ്ഥാപിത താല്പര്യക്കാർ കടത്തിവിടുന്ന വിഷമാണ്. അതല്ലാതെ സാധാരണക്കാർക്ക് ഇത്തരത്തിലുള്ള ദുഷ്ടചിന്തയൊന്നുമില്ല. ഇത് തമ്മിൽ സ്പ്ലിറ്റ് ചെയ്യുക, അതിന്റെ നേട്ടം ഉണ്ടാക്കുക, അതാണ്. അത് ഏത് ഒട്ടേറെ രാഷ്ട്രീയ പ്രവർത്തകർ അത് ചെയ്യുന്നുണ്ട്. ഒട്ടേറെ മതപ്രവർത്തകർ എന്ന് വേണമെങ്കിൽ പറയാം, മതഭ്രാന്തന്മാരായിട്ടുള്ള മതപ്രവർത്തകർ അത് ചെയ്യുന്നുണ്ട്. ഇത് എല്ലാം സമാധാനത്തിനും എല്ലാം മനുഷ്യന് വേണ്ടിയുമാകണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ.
അത്രേ ഉള്ളൂ. അത് ആകാതിരിക്കാനായിട്ട് ചിലർ അതിൻ്റെ ഇടയിൽ ചൊറിഞ്ഞ് കണ്ടുപിടിച്ചോളെ. അതെ. ഈ ചൊറിഞ്ഞ് കണ്ടുപിടിക്കുമ്പോഴാണ് കുഴപ്പം. ഞാൻ പറഞ്ഞില്ലേ 33 കോടി ദൈവങ്ങളിൽ എലി നമ്മുടെ ഗണപതിയുടെ വാഹനമാണ്. മയില് സുബ്രഹ്മണ്യന്റെ വാഹനമാണ്. പാമ്പ് ദൈവമാണ് നമുക്ക്. മരം ദൈവമാണ്. അതായത് പ്രകൃതി, അഹം ബ്രഹ്മാസ്മി, നീ ഈ പ്രകൃതിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു, നീ തന്നെയാണ് ഈ പ്രകൃതി, അത് നീ എന്നുള്ളതാണ് ഇതിന്റെ പൊരുൾ. അതെ, അത്രേ അപ്പൊ ഉള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഈ സാധനങ്ങളൊക്കെ നമ്മുടെ പുരാണങ്ങളിലൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നത്. അപ്പൊ ധനം എന്ന് പറയുന്നത് അതിനൊരു ഭക്തി വരണം, അതിനെ ഒരു ഐഡിയൽ ഉണ്ടാക്കി എന്നുള്ളതേ ഉള്ളൂ. ഇതിൽ ബേസിക് ആയിട്ട് ഓക്കെ, നമുക്ക് ഭക്തിയെയും മതത്തെയും മാറ്റി നിർത്തിയാലും നമ്മുടെ ഒരു സംസ്കാരമുണ്ട്, ഭാരത സംസ്കാരം. നിലനിൽക്കുന്ന ഏറ്റവും പഴക്കമേറിയ സംസ്കാരമാണ് ഭാരത സംസ്കാരം. 5000-ലേറെ വർഷം പഴക്കമുള്ള സംസ്കാരം. മറ്റുള്ളതൊക്കെ ഓക്കെ, സമ്പന്നമായ മറ്റ് സംസ്കാരങ്ങൾ ഉണ്ടായിരുന്നു, അവയൊക്കെ തന്നെ അതെ, മണ്ണടിഞ്ഞു പോയി. പക്ഷേ നമ്മുടെ സംസ്കാരമാണ് നമ്മുടെ കരുത്ത്. ഈ സംസ്കാരത്തെയാണ് വിദേശികൾ അല്ലെങ്കിൽ ഇൻട്രൂഡേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ശത്രുക്കൾ ഭയപ്പെടുന്നത് എന്ന ഒരു വേർഷനുണ്ട്. ആ വേർഷനിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ഞാൻ ഈ ചർച്ച അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഇന്ത്യയുടെ ഒരു അജ്ഞാതമായ കരുത്തിനെ, വിശേഷിപ്പിക്കാനാകാത്ത ഒരു ശക്തിയെ വിദേശ രാജ്യങ്ങൾ അല്ലെങ്കിൽ വിദേശ ശക്തികൾ ഭയപ്പെടുന്നുണ്ട്. കാരണം ഈ ഒരു രാജ്യത്തെ ഇത്രയും ശക്തമായി നിലനിർത്തുന്നത്, മുന്നോട്ട് പോകാൻ പ്രാപ്തമാക്കുന്നത് നമ്മുടെ സംസ്കാരമാണ്. നമ്മുടെ സംസ്കാരത്തിൽ നിന്ന് നമുക്ക് ലഭിച്ച ഒട്ടേറെ അറിവുകളാണ്. അതിനെ തകർക്കുക എന്നുള്ളതാണ് വിദേശ ശക്തികളുടെ ലക്ഷ്യം. അതുപോലെ തന്നെ നമുക്ക് പണ്ടുണ്ടായിരുന്ന ഒട്ടേറെ ഗ്രന്ഥങ്ങൾ, ഗ്രന്ഥങ്ങൾ ഈ താളിയോലകളിലൊക്കെ തന്നെ പകർന്നു വെച്ചിരുന്നതിനെയൊക്കെ തന്നെയാണ് ഈ അധിനിവേശ ശക്തികൾ എടുത്ത് ആദ്യം നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അത് നമുക്കറിയാം. അത് മുഗളന്മാർ വന്ന് ഒട്ടേറെ നശിപ്പിച്ചിട്ടുണ്ട്, അതുപോലെയുള്ള ശക്തികൾ വന്ന് നശിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നശിപ്പിക്കുന്ന പ്രവൃത്തി തുടർന്നു കഴിഞ്ഞാൽ നമ്മുടെ സംസ്കാരത്തെ നശിപ്പിക്കാൻ സാധിക്കും, അതിലൂടെ ഭാരതത്തെ നശിപ്പിക്കാൻ സാധിക്കും. ഈ ഒരു വേർഷൻ ഉണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായി ഇത് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. അതിനെക്കുറിച്ചും അങ്ങയുടെ അഭിപ്രായം എന്താണ്? ഇത് അതായത് ഇന്ത്യയുടെ കരുത്ത് എന്ന് പറയുന്നത് നമ്മുടെ പൂർവ്വകാലങ്ങളിൽ നമ്മൾ കൈക്കൊണ്ടിരുന്ന ഊർജമാണ്. ഗണിതശാസ്ത്രത്തിലായാലും ഗഗനശാസ്ത്രത്തിലായാലും ശരീരശാസ്ത്രത്തിലായാലും എല്ലാത്തിലും ഈ എലിമെന്റ് ഉണ്ടായിരുന്നു. ഈ എലിമെന്റിനെ കട്ട് ചെയ്ത് നമ്മൾ കളഞ്ഞു. വർഷങ്ങളായി ആ 1000 വർഷത്തെ അടിമത്തത്തിന്റെ ഭാഗമായി ഇത് കട്ട് ചെയ്ത് കളഞ്ഞു. ഞാൻ വേറൊരു നിസ്സാര കാര്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എന്താണ്? എന്നോട് എൻ്റെ മുത്തശ്ശൻ പറഞ്ഞതാണ്, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നിനക്ക് 5 ഇന്ദ്രിയങ്ങളുണ്ട്, പഞ്ചേന്ദ്രിയങ്ങൾ, കണ്ണ്, മൂക്ക്, ചെവി, നാക്ക്, ത്വക്ക്, ഇങ്ങനെ ഈ 5 ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മുടെ പഞ്ചഭൂതങ്ങളെ വീക്ഷിക്കുന്നതാണ് വിദ്യാഭ്യാസം. എന്ന് പറഞ്ഞാൽ പിന്നെ വായു, ജലം, അഗ്നി, ആകാശം, ഇങ്ങനെ 5 ഭൂതങ്ങളെയും നീ നിന്റെ ഈ പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ കാണുന്നു, എങ്ങനെ കേൾക്കുന്നു, എങ്ങനെ അറിയുന്നു, എങ്ങനെ രുചിക്കുന്നു, എങ്ങനെ മണക്കുന്നു എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ പ്രകൃതിയുമായി താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് നിനക്കൊരു അറിവുണ്ടാവും. ഈ അറിവ് നിനക്കുണ്ടാകുമ്പോഴാണ് നീ വലിയൊരു മനുഷ്യനായി തീരുന്നത്. ഇതിനു വേണ്ടി ദിവസവും പരിശ്രമിക്കുക എന്ന് പറയുന്നത് ഇന്ത്യൻ പാരമ്പര്യത്തിൻ്റെ ഒരു അടിസ്ഥാനമാണ്. ഈ തിങ്കളാഴ്ച തുടങ്ങുന്ന മൺസൂൺ സെഷനിൽ അവതരിപ്പിക്കുന്ന ബില്ലുകളുണ്ട്. 5 ബില്ലുകളെ കുറിച്ചാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ഇപ്പോൾ. അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ബില്ല് പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഓണർ ആക്ട്, അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളാണെന്ന് നമ്മളിവിടെ ചർച്ച ചെയ്തത്. എന്തുകൊണ്ട് ഇത്തരത്തിലൊരു അമെൻമെൻറ്റ് കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു എന്നുള്ളതാണ് ഇവിടെ പരാമർശിച്ചത്. അത് നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമായിട്ടുള്ള ഒട്ടേറെ വസ്തുതകളിലേക്ക് കടന്നു കയറുവാൻ ചിലർ ശ്രമിക്കുന്നു, അതൊക്കെ തന്നെ തുടച്ചു മാറ്റാൻ ചിലർ ശ്രമിക്കുന്നു. അതിൻ്റെ പരിണിത ഫലം രാജ്യത്തിൻ്റെ സംസ്കാരത്തിൻ്റെ തകർച്ചയും രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിനുള്ള വിഘാതവുമായിരിക്കാം. രാജ്യത്തെ ഒന്നായി നിർത്താനുള്ള ഒട്ടേറെ കാര്യങ്ങൾക്ക് അത് തടസ്സം സൃഷ്ടിച്ചേക്കാം. അതുകൊണ്ട് തന്നെ ഇത് രാജ്യത്തിൻ്റെ അഭിമാനത്തിന് മേലുള്ള കടന്നുകയറ്റം ചെറുക്കപ്പെടേണ്ടതാണ്. അതിനെ തടസ്സപ്പെടുത്താനുള്ളതൊക്കെ തന്നെ നിയമപരമായി നേരിടേണ്ടതാണ്. കർക്കശമായിട്ടുള്ള വ്യവസ്ഥകൾ വരേണ്ടതാണ്. ജനപ്രതിനിധികൾ പോലും നമ്മുടെ ഭരണഘടനയെ അവഹേളിച്ച് സംസാരിക്കുന്ന ഒരു സാഹചര്യം കേരളത്തിൽ പോലും ഉണ്ടായി എന്നുള്ളതും ഇവിടെ പരാമർശിക്കാതെ വയ്യ. അത് അത്തരത്തിലൊരു അപമാനകരമായ സംഭവം കേരളത്തിലെ ഒരു മന്ത്രി മുൻകാലത്ത് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അപ്പോൾ അതൊക്കെ കണക്കിലെടുത്ത് ഇത്തരത്തിലൊരു ബില്ല് വരുമ്പോൾ അതിന് വലിയ പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. വളരെയധികം നന്ദി സർ, ഇത്ര സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത എപ്പിസോഡ് കാണാം നമുക്ക്. നമസ്കാരം.